താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നടൻ ജഗദീഷ് നാമനിർദ്ദേശ പത്രിക നൽകി. നടി ശ്വേതാ മേനോനും നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. കുഞ്ചാക്കോ ബോബനും മത്സരിക്കാൻ സാധ്യതയുണ്ട്. മുൻ ഭാരവാഹികളായ നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പത്രിക നൽകി. ശ്വേതാ മേനോനും ജഗദീഷും മത്സരരംഗത്തുള്ളത് പോസിറ്റീവായ കാര്യമാണെന്ന് നടി ഹൻസിബ ഹസൻ പറഞ്ഞു. ആരോഗ്യപരമായ മത്സരമാണ് നടക്കുന്നതെന്ന് നടൻ രവീന്ദ്രനും പ്രതികരിച്ചു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ മോഹൻലാൽ പിന്മാറിയതോടുകൂടി കടുത്ത മത്സരമാണ് ഉണ്ടാകുന്നത്. ആരൊക്കെയാണ് മത്സരരംഗത്തുണ്ടാവുക? ദിവ്യ, മോഹൻലാൽ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് വന്നതോടെ കടുത്ത മത്സരം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ്. ഈ അവസാന ദിവസത്തിലാണ് ഏകദേശം ഒരു ചിത്രത്തിലേക്ക് വരുന്നത്. ആരൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നത് സംബന്ധിച്ചൊക്കെ, അതായത് ഒരാൾ തന്നെ അതായത് ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ വിവരങ്ങൾ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ഒപ്പം നടൻ രവീന്ദ്രനും ശ്വേതാ മേനോനും നോമിനേഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുഞ്ചാക്കോ ബോബൻ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജഗദീഷ് മത്സരിച്ചേക്കില്ല എന്നും പറയുന്നുണ്ട്. അതായത് ജഗദീഷിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് യുവതലമുറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ, കുഞ്ചാക്കോ ബോബൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. അതായത് വലിയ ജനസമ്മതിയുള്ള ആൾ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ. അതുകൊണ്ട് തന്നെ ഒരു യുവതലമുറയിലെ ആൾ നേതൃനിരയിലേക്ക് വരട്ടെ എന്നാണ് ജഗദീഷിന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ ഈ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ജഗദീഷ് മത്സരിച്ചേക്കില്ല എന്നതും ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്നുള്ളത്, ഈ ആരോപണ വിധേയരായിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-ന് ഇത്തരത്തിൽ ഭരണസമിതി പിരിച്ചുവിടുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലൈംഗിക അതിക്രമ പരാതികൾ, ഈ ഭാരവാഹികൾക്കെതിരെ തന്നെ ലൈംഗിക അതിക്രമ പരാതികൾ വന്നത് തന്നെയായിരുന്നു. അത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായം അന്ന് മുതലേ ഉയർന്നിരുന്നതാണ്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടരാജി അമ്മയിൽ ഉണ്ടാകുന്നതും പിന്നീട് അഡ്ഹോക് കമ്മിറ്റി ഈ അമ്മ നിയന്ത്രിക്കുന്നതുമൊക്കെ. അപ്പോൾ ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം ഇപ്പോഴുമുണ്ട്. എന്നാൽ ആരോപണ വിധേയനായിട്ടുള്ള ബാബുരാജ് നിലവിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗം തന്നെ, അതായത് കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ജയൻ ചേർത്തല തന്നെ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. മറ്റ് പല ആളുകളും ഇത്തരത്തിൽ മത്സരിക്കാൻ, പല സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിട്ടുള്ളതായി അറിയുന്നു. അൻസിബ, ഒപ്പം കൈലാഷ് അടക്കമുള്ള ആളുകൾ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതായി അറിയുന്നു. ജോയ് മാത്യു മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതായി അറിയുന്നു. നവ്യ നായർ മത്സരിക്കും എന്ന് കൂടി, മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും. ശ്വേതാ മേനോന്റെയും നവ്യ നായരുടെയും പേര് മാത്രമേ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. ശ്വേതാ മേനോന്റെയും നവ്യ നായരുടെയും പേര് മാത്രമല്ല, അൻസിബ അടക്കമുള്ള ആളുകൾ മത്സര രംഗത്തേക്കുണ്ട്. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ശ്വേതാ മേനോന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ വിവരങ്ങൾ പ്രകാരം ശ്വേതാ മേനോൻ നോമിനേഷൻ സമർപ്പിച്ചു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവ്യ നായർ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കൃത്യമായി നാമനിർദ്ദേശ പത്രിക നൽകിയോ എന്നതിനെ പറ്റി വ്യക്തതയില്ല. മത്സരിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത്, അൻസിബ കൂടി മത്സര രംഗത്തുണ്ട്. അതായത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ കൂടി മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ സ്ത്രീ സാന്നിധ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കൂടിയും ഈ ആരോപണ വിധേയരെ മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആരോപണ വിധേയർ തന്നെ ആദ്യ ഭരണസമിതിയിലെ ആളുകൾ തന്നെ ഈ മത്സര രംഗത്തേക്ക് വീണ്ടും വരുന്ന ഒരു കാഴ്ച തന്നെയുണ്ട്. അതായത് കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ, അൻസിബ അടക്കമുള്ള ആളുകൾ, ജയൻ ചേർത്തല, ബാബുരാജ് അടക്കമുള്ള കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ മത്സര രംഗത്തേക്ക് വരുന്നു. അതായത് സിദ്ദിഖ് അടക്കമുള്ള ആളുകളില്ല, സിദ്ദിഖോ മോഹൻലാലോ അത്തരത്തിലുള്ള ആളുകളില്ല. പക്ഷേ മറ്റുള്ള ആളുകൾ, അഡ്ഹോക് കമ്മിറ്റിയിലടക്കം ഉണ്ടായിരുന്ന ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്നതായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശ ചിത്രം നമുക്ക് വ്യക്തമാകും. മാത്രമേ നമുക്ക് ആരൊക്കെ ഏതൊക്കെ സ്ഥാനം
ദിവ്യ, ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതായത് അത് നോമിനേഷനൊക്കെ നൽകി വരികയായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ഇതിൽ മത്സരിക്കാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരാൾ തന്നെ മറ്റ് പല പോസ്റ്റുകളിലേക്കും, ഒരു പോസ്റ്റിലേക്കല്ല മറ്റ് പല പല സ്ഥാനങ്ങളിലേക്ക് കൂടി മത്സരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഒരുപാട് പേർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ ഇന്ന് ഈ നോമിനേഷൻ നൽകാനുള്ള ഒരു തീയതി അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ അത് പിൻവലിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആരൊക്കെ ഇതിൽ നിലനിൽക്കും അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്നതിനെ സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന്. ഓഗസ്റ്റ് 15 മോഹൻലാൽ പിന്മാറിയതോടുകൂടിയാണ് കൂടുതൽ പേർ മത്സര രംഗത്തേക്ക് എത്തുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടി ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സരിച്ചേക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ചിത്രം തെളിയുമ്പോൾ അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ശ്വേതാ മേനോനൊക്കെ മത്സരിക്കുന്നത് പോസിറ്റീവായ കാര്യമാണ് എന്നാണ് ഹൻസിബയുടെയും അതുപോലെ തന്നെ നടൻ രവീന്ദ്രന്റെയും പ്രതികരണം. അത് 4 മണിക്ക് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. പത്രിക സമർപ്പിച്ചു. സമർപ്പിച്ചു. അതൊക്കെ ഓരോരുത്തരും പറയണതാണ്. എന്തായാലും 4 മണിക്ക് ശേഷം എന്തായാലും പറയും. ഇത്തവണ കുറേ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഈ ഒരു വർഷം കൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട ആളുകൾക്ക് വന്നെങ്കിൽ അത് കഴിഞ്ഞ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. യുവമുഖങ്ങളും ഉണ്ട്, പഴയ മുഖങ്ങളും ഉണ്ട്, കുറേ പേരുണ്ട്. അങ്ങനെയൊന്നും പാനലൊന്നുമില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഈ തവണ ഒരുപാട് പേര് മൾട്ടിപ്പിളായിട്ട് മത്സരിക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരാനാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താണ്